തായ്വാനെ അടക്കം ആക്രമിച്ച് മുന്നേറാനും ഒപ്പം തന്നെ പാകിസ്ഥാനെ പിന്തുണ കൊടുത്തുകൊണ്ട് മുൻപോട്ട് പോകുന്ന ചൈനയ്ക്ക് വലിയ തിരിച്ചടി നൽകിക്കൊണ്ട് അഫ്ഗാനിസ്ഥാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും പുതിയതുമായ ഒരു നീക്കം അഫ്ഗാനിസ്ഥാൻ്റെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വ്യോമത്താവളങ്ങളിൽ ഒന്നായ ബംഗ്ര വ്യോമത്താവളം അമേരിക്കൻ സൈന്യത്തിന് താലിബാൻ കൈമാറിയിരിക്കുന്നു. ഇവിടെ നിന്ന് ഈ ചൈനയുടെ ആണവ മിസൈലുകൾ നിർമ്മിക്കുന്ന ഇടത്തേക്ക് 1 മണിക്കൂർ ദൂരം മാത്രമാണ് ഉള്ളത്. ആകാശ ദൂരമാണ്. ആ ദൂരം 1 മണിക്കൂർ മാത്രമാണ്. അതിനടുത്ത്, അതായത് ചൈനയുടെ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾക്ക് അടുത്ത് തന്നെ അഫ്ഗാനിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന ബഗ്രാം വ്യോമത്താവളമാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് നൽകിയിരിക്കുന്നത്. മുൻപ് അമേരിക്ക ഇവിടെ പ്രവർത്തിച്ചിരുന്നു. എന്നാൽ താലിബാൻ അധികാരം പിടിച്ചതോടുകൂടി അമേരിക്ക ഇവിടുന്ന് പോവുകയായിരുന്നു. വീണ്ടും അമേരിക്ക അവിടെ സജീവമായിരിക്കുന്നു. പ്രാദേശിക മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ച് USC-17 എന്ന് പറയുന്ന അമേരിക്കയുടെ സൈനിക ചരക്ക് വിമാനം ഇവിടെ എത്തുകയും അനവധി ടാങ്കുകൾ, അതായത് യുദ്ധ ടാങ്കുകൾ ഇറക്കുന്നതുമായിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് ചൈനയെ സംബന്ധിച്ച് വലിയ ഒരു തലവേദന സൃഷ്ടിക്കുന്നതാണ്, അല്പം ഭയം ജനിപ്പിക്കുന്നതുമായ ഒരു കാര്യമാണ്. കാരണം ചൈനയോട് തൊട്ടടുത്ത് തന്നെ അമേരിക്കയ്ക്ക് ഒരു വ്യോമത്താവളം, അതും ചെറിയ താവളമല്ല, വലിയ താവളം തന്നെയാണ് ഇപ്പോൾ താലിബാൻ ഇപ്പോൾ ഈ അമേരിക്കയ്ക്ക് നൽകിയിരിക്കുന്നത്. താലിബാൻ ഇത് നൽകുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്തെന്ന് ചോദിച്ചാൽ അഫ്ഗാനിസ്ഥാനിലടക്കം ചൈനയുടെ പിടി മുറുകുന്നു. അതായത് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിലും ഒപ്പം തന്നെ അഫ്ഗാനിസ്ഥാനിലെ ബോർഡറുകളിലുമൊക്കെ ചൈനയുടെ ഒരു കടന്നുകയറ്റം ഉണ്ട് എന്ന ഒരു സൂചനകൾ നേരത്തെ തന്നെ വന്നിരുന്നു. അതിനെ തടയിടുക എന്നൊരു ലക്ഷ്യം കൂടി ഇപ്പോൾ നിലവിൽ ഈ താലിബാനുണ്ട്. ഒപ്പം തന്നെ സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന താലിബാനെ സംബന്ധിച്ച് അമേരിക്കയ്ക്ക് ഇങ്ങനൊരു വ്യോമത്താവളം നൽകുന്നതിലൂടെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള ഫണ്ടുകളും മറ്റും അമേരിക്ക നൽകാനും ഇടയുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.